നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലം അടുത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സർക്കാരുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഓണക്കാലത്തെ പ്രതീക്ഷിത ചെലവുകൾ നേരിടാൻ സർക്കാർ കടമെടുക്കുന്നതും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എപ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നും ഒപ്പം റേഷൻ, സപ്ലൈകോ വഴിയുള്ള പ്രത്യേക ഓണക്കിറ്റുകളുടെ വിവരങ്ങളും സംസ്ഥാനത്തെ ഓണക്കാല ആനുകൂല്യങ്ങൾക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുതിയതും നിർണായകവുമായ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഈ ഓണക്കാലത്ത് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷിത ചെലവെന്ന് പറയുന്നത് ഏകദേശം 10,000 കോടി രൂപയോളമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, ബോണസ്, മറ്റ് വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിനായി സർക്കാർ 2,200 രൂപ കടമെടുക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ മാസത്തിന്റെ അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാറുള്ളത് എങ്കിലും ഈ ഓണക്കാലത്ത് മാസത്തിന്റെ 3-ാമത്തെ ആഴ്ചയിൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴി നൽകാനുള്ള കുടിശ്ശിക പെൻഷനുകൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള കൃത്യമായ അറിയിപ്പുകൾ ഉണ്ടാകും. ബാക്കി വന്ന കുടിശ്ശിക തുകകൾ കൂടി പുനഃസ്ഥാപിച്ച് നൽകുന്ന ഒരു വലിയ ആശ്വാസ നടപടിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം. രണ്ടാമത്തെ പ്രധാന അറിയിപ്പാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. ഈ പദ്ധതി വരും വർഷങ്ങളിലും തുടരുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റിൽ ഇതിനായി ഫണ്ട് വകയിരുത്തിയിട്ടുമുണ്ട്. എന്നാൽ നിലവിൽ ഫണ്ട് വിതരണത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ ഉത്തരവുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പം കാലതാമസം നേരിട്ടേക്കാം. എങ്കിലും അപേക്ഷ സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചവർക്കെല്ലാം തുക കൃത്യമായി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവുകൾ കൂടി ഉടൻ പ്രതീക്ഷിക്കാം. അടുത്തത് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ. ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്ന് നമുക്ക് നോക്കാം. അടുത്തതായി ഒരുപാട് ആളുകൾ സംശയം ഉന്നയിച്ച ഒന്നാണ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. മാസം 1,000 രൂപ വീതം നൽകാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതിയാണ് ഇത്. ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾ ഇതിൽ അപ്രൂവൽ നേടി കാത്തിരിക്കുന്നുമുണ്ട്. എന്നാൽ നിലവിൽ ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് താല്പര്യമില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഇതിന്റെ തുക ലഭിക്കുമെന്ന പ്രതീക്ഷ വെക്കേണ്ടതില്ല. പകരം സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി പോലുള്ള മറ്റു പദ്ധതികളിന്മേലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവസാനമായി അതുപോലെ റേഷൻ വിതരണവും സപ്ലൈകോ ഓഫറുകളുമാണ്. സപ്ലൈകോ വഴി 13 പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ആവശ്യക്കാർക്ക് ലഭ്യമാണ്. സെപ്റ്റംബർ മാസത്തെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വരെ അഡ്വാൻസായി വാങ്ങാനുള്ള സൗകര്യവും ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നിലവിൽ സ്റ്റോക്കുമുണ്ട്. ഇതുകൂടാതെ 3 തരം പ്രത്യേക സപ്ലൈകോ ഓണ കിറ്റുകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. അത്തം കിറ്റ് 1000 രൂപ, ഉത്തരാടം കിറ്റ് 1,500 രൂപ, തിരുവോണം കിറ്റ് 2,000 രൂപ. ഈ കിറ്റുകളിൽ സാധാരണ വിലയേക്കാൾ 150 മുതൽ 550 രൂപ വരെയുള്ള അധിക ഉൽപ്പന്നങ്ങൾ ലാഭകരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സന്ദർശിച്ച് ഈ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. സംസ്ഥാനത്തെ ഓണക്കാല ആനുകൂല്യങ്ങൾക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയതും ആയ വിവരങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. ഇനിയും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന അറിയിപ്പിലേക്ക് നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 24-ാമത്തെ ഇൻസ്റ്റാൾമെന്റായ 2,000 രൂപയുടെ വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ധനസഹായം തടസ്സമില്ലാതെ ലഭിക്കണമെങ്കിൽ കേരളത്തിലെ കർഷകർ ആധാറുമായി ബന്ധപ്പെടുത്തി KYC പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായി അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ എത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് ബയോമെട്രിക് വഴി 5 മിനിറ്റിനുള്ളിൽ KYC പൂർത്തിയാക്കാം. അല്ലെങ്കിൽ PM കിസാൻ മൊബൈൽ ആപ്പ് വഴിയും ചെയ്യാം. ഈ വർഷം മുൻപ് തന്നെ KYC ചെയ്തവർ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് സീഡിംഗ് എന്നിവയുടെ സ്റ്റാറ്റസ് PM കിസാൻ വെബ്സൈറ്റ് വഴി കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും വേണം. അടുത്തത് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയെ കുറിച്ച് നോക്കാം. കർഷകന്റെ ആധാർ, കരമടച്ച രസീത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്താൽ കൃഷിഭവൻ
വേരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഈ ഫാർമേഴ്സ് ID ലഭിക്കും. ഭാവിയിൽ ലഭിക്കുന്ന എല്ലാ കൃഷി ആനുകൂല്യങ്ങൾക്കും ഈ ID നിർബന്ധമായിരിക്കും. നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ നൽകാം. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഓണം ആനുകൂല്യങ്ങളും PM കിസാൻ പദ്ധതിയുടെ അപ്ഡേറ്റ്സുകളും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇത്തരം അടിയന്തര വിവരങ്ങൾ തത്സമയം അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.